ഹലോ വെൽക്കം ബാക്ക്. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ അറബിയിലെ റിറ്റോറിക് ആൻഡ് പ്രോസഡിയാണ്. അതിലെ ബ്ലോക്ക് 2 ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ബ്ലോക്ക് 2-ൽ ഇൽമുൽ മആനി നമ്മൾ പറഞ്ഞു. ബലാഗിൻ്റെ പഠനശാഖ 3 ഉള്ളത്. ഒന്ന് ഇൽമുൽ മആനി, ഇൽമുൽ ബയാനി, ഇൽമുൽ ബദീഅ. അപ്പോൾ ഇൽമുൽ മആനിയെ കുറിച്ചിട്ടാണ് നോക്കുന്നത്. അപ്പോൾ ഇൽമുൽ മആനിയിൽ വരുന്നതാണ് അൽ ഖബറു വൽ ഇൻഷാ. ഖബറും ഇൻഷാവും. അപ്പോൾ ഫസ്റ്റ് യൂണിറ്റ് അതാണ്. അപ്പോൾ അതിലാദ്യത്തിൽ തുടക്കത്തിൽ പറഞ്ഞ ഹെഡിങ്ങാണ് അൽ ഖബർ. ഖബർ എന്താണെന്ന് പറയുന്നത്? ഖബർ എന്നാൽ അൽ കലാമു കിസ്മാനി. നമ്മളെ മൊത്തത്തിലുള്ള സംസാരം രണ്ട് വിധമാണ്. ഒന്നെന്താണ്? ഉമ അൽ ഖബറു വൽ ഇൻഷാ. ഒന്ന് ഖബറാണ്, മറ്റേത് ഇൻഷാ ആണ്. വലി കുല്ലി മിൻഹുമ റുക്കനാനി. ഈ ഖബറിനും ഇൻഷായിനും എന്തുണ്ട്? രണ്ട് റുക്കനുകളുണ്ട്. അത് ഏതൊക്കെയാണ്? ഒന്ന് മുസ്നദും ഒന്ന് മുസ്നദ് ഇലൈഹിയും. അപ്പോൾ മുസ്നദ് എന്നുള്ള ഒരു റുക്കനുണ്ട്, മുസ്നദ് ഇലൈഹിന്നുണ്ട്. അപ്പോൾ ഖബറിനുണ്ടാവും, അത് ഇൻഷായിനുണ്ടാവും. അപ്പോൾ ഉദാഹരണം നോക്കാം. ഇപ്പോൾ അഹ്മദും ആലിമുൻ. അഹ്മദുൻ ആലിമുൻ എന്നുള്ളത് എന്താണ്? ഒരു ജുംലത്തുൽ ഇസ്മിയാണ്. അതിൽ അഹ്മദ് എന്നുള്ളത് മുബ്തദ ആണ്, ആലിം എന്നുള്ളത് ഖബറാണ്. അപ്പോൾ മുബ്തദ ആണ് എന്ത്? മുസ്നദ് ഇലൈഹി. ഖബർ എന്താണ്? ആലിം എന്നുള്ളത് മുസ്നദാണ്. അപ്പോൾ ഇത്രയാണ് സിമ്പിള്. മുബ്തദ മുസ്നദ് ഇലൈഹി എന്ന് പറയും, ആലിം എന്നുള്ളത് മുസ്നദ് എന്ന് പറയും. ഇനി അപ്പോൾ ആലിം എന്നുള്ള ഗുണം എന്തായി? അഹ്മദിലേക്ക് ചേർക്കുകയാണ്. മുസ്നദ് ഇലൈഹി, അഹ്മദ് എന്ന മുസ്നദ് ഇലൈഹിയാണ്. അഹ്മദിനാണ് ആ ഗുണം. എന്താണ്? അഹ്മദ് പണ്ഡിതനാണെന്ന് പറഞ്ഞത്. അപ്പോൾ അത് മുസ്നദ് ഇലൈഹിലേക്ക് ചേർത്ത്. ഇനി അല്ലമൽ അഹ്മദു, ഇതൊരു ഫിഅലിയായ ജുംലയാണ്. അല്ലമ എന്നുള്ളത് പഠിച്ചു, അഹ്മദ് പഠിച്ചു. അപ്പോൾ ആരാണ് പഠിച്ചത്? അഹ്മദ് എന്താണ് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അല്ലമ, അഹ്മദ് പഠിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അഹ്മദിലേക്ക് എന്തായി? പഠിക്കുക എന്നുള്ള ആ ഒരു ഗുണത്തെ ചേർത്ത്. ഇനി അടുത്തൊരു ഉദാഹരണം നോക്കുകയാണ്. കും എന്നുള്ള ഒരു ഫീൽ അമ്രാണ്. പിന്നെ ഫീല് കും. അപ്പോൾ ഇവിടെ മുസ്നദ് ഏതാണ്? കും എന്നുള്ള ഫീലാണ്. നമ്മൾ പറഞ്ഞ ഫീലാണ് കാരണം മുസ്നദ്. അപ്പോൾ ഇവിടുത്തെ മുസ്നദ് ഇലൈഹി എന്നുള്ളത് കുമ്മിൽ മറഞ്ഞു കിടക്കുന്ന ലൊമീറുൽ മുസ്തത്തർ ഫായിൽ. ആ ലൊമീറുൽ മുസ്തത്തറായ ഫായിലായിട്ടുള്ള അൻത എന്നുള്ളതാണ് എന്ത്? ഇവിടെ മുസ്നദ് ഇലൈഹി. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ അല്ല. ഇനി നെക്സ്റ്റ് വണ്ണാണ്. ഇപ്പോൾ ഒരു ജുംല എടുക്കുകയാണെങ്കിൽ അതിൽ കുറേ ഉണ്ടാവും. ഇപ്പോൾ ഫീലും ഫായിലും അല്ലാതെ അല്ലെങ്കിൽ മുബ്തദ ഖബറും അല്ലാതെ തന്നെ കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അത് ഏതിലാണ് പെടുക എന്നുള്ളതാണ്. ഒമാ സിവൽ മുസ്നദ് വൽ മുസ്നദിലേ. അപ്പോൾ മുസ്നദും മുസ്നദിലേയും അല്ലാത്തത് യുസമ്മ കൈദൻ. അതിനെന്താവും? നമ്മൾ കൈദ് എന്ന് വിളിക്കും. ഫിൽ ഇൽമിൽ ബലായിൽ അതിനെ നമ്മളെന്ത്? കൈദ് എന്ന് വിളിക്കും. വൽ ഫലീലത്ത് ഫിൽ ഇൽമുൽ നഹ്വ്. ഇൽമുൽ നഹ്വിലാണെങ്കിൽ അതിനെ നമ്മളെന്ത് പറയും? ഫലീലത്ത് എന്ന് പറയും. വൽ കൈദ് എന്നുള്ളത് യസ്തമിലുൽ മഫായിൽ. അപ്പോൾ ഈ ഏതൊക്കെയാണ് വരികയാണ്? മഫായിലോൾ വരും, മഫ്ഊലോൾ, പിന്നെ തവാബി, അതിനെ തുടർന്ന് വരുന്ന തവാബിയോൾ, പിന്നെ ഹാലോൾ, പിന്നെ തമീസ്, പിന്നെ നഫി, വാദവാത്തുൽ ഇസ്തിഫാം, അഫ്ആലുൽ നാസിഖ, നെസ് ചെയ്യണ അതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ എന്താവും? അതൊക്കെ കൈദ് എന്ന് പറയാം. അപ്പോൾ ജുംലിയായ ഇസ്മാണെങ്കിൽ, അപ്പോൾ ജുംലത്തുൽ ഇസ്മി ആണെങ്കിൽ അതിൽ മുബ്തദ മുസ്നദ് ഇലൈഹി ആണെക്കാരം ഖബർ മുസ്നദായിരിക്കും. ഇനി ഫിഅലിയായ ജുംലയാണെങ്കിൽ അതിൽ ഫിഅൽ മുസ്നദായിരിക്കും, ഫായിൽ മുസ്നദ് ഇലൈഹി ആയിരിക്കും. ഇനി താരീഫുൽ ഖബർ. ഇനി ഖബർ എന്ന് പറഞ്ഞാൽ എന്താണെന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. ഫൗവ ഖൗലുൽ യഹ്തമിലു സിദ്ഖ് വൽ കദിബ്. സത്യമാവാനും കളവാവാനും സാധ്യതയുള്ള ഒരു വാക്കിനെയാണെന്ത്? നമ്മൾ ഖബർ എന്ന് പറയാം. അപ്പോൾ ഖബർ എന്ന് പറഞ്ഞാൽ അത് ഒന്നെങ്കിൽ സത്യവും അല്ലെങ്കിൽ കളവായിരിക്കും. ഉദാഹരണം നോക്കാം. ഒരാൾ പറഞ്ഞു ആ തോലിബു ഫിൽ മക്തബ. കുട്ടി എന്താണ്? ലൈബ്രറിയിലുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതെന്താവാം? ഇപ്പോൾ ഞാൻ പറഞ്ഞു കുട്ടി ലൈബ്രറിയിലാണെന്ന്. അപ്പോൾ എന്താവും? ഒന്നെങ്കിൽ സത്യമായിരിക്കാം, അല്ലെങ്കിൽ എന്തായിരിക്കും? കളവായിരിക്കാം. ചിലപ്പം കുട്ടി ലൈബ്രറിയിൽ ഉണ്ടാവും, അല്ലെങ്കിൽ എന്താവും? കുട്ടി ലൈബ്രറി ഇല്ലാതിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള സത്യവും കളവും ആവാൻ സാധ്യതയുള്ളതിനെയാണ് നമ്മൾ ഖബർ എന്ന് പറഞ്ഞത്. ഇനി അഅ്റാദുൽ ഖബർ കൊണ്ടുള്ള ഉദ്ദേശങ്ങളാണ്. അൽ ഓറലുൽ അവ്വൽ. ഒന്നാമത്തെ ഉദ്ദേശം എന്നുള്ളത് ഇഫാദത്തുൽ മുഖാത്തിബ് ബിൽ ഹുക്മില്ലദി തലമ്മനഹുൽ ജുംലത്തുൽ അവിൽ ഇബാറ. അതായത് ഒരു കാര്യം എന്താവുക, നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരാൾക്ക് അറിയിച്ചു കൊടുക്കലാണെന്ത്? അതിൻ്റെ ഒന്നാമത്തെ ഉദ്ദേശം എന്നുള്ളത്. ആ കാര്യം എന്താവും? അയാൾക്ക് അറിയില്ല അതെന്താണ്. ഇപ്പോൾ ഇഫ്ആമുൽ മുഖാത്തിബിൽ അമ്രൻ യജ്ഹലു ബി ഖസ്ദി ഇഅലാമു ഔ തഅരീഫു ബിഹി.
ഒരു കേൾക്കുന്ന ഒരാൾക്ക് അറിയാത്തൊരു കാര്യത്തെ അറിയിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ആദ്യത്തെ ഉദ്ദേശം. ഇപ്പോൾ അൽ കാബ ഫിൽ മക്ക, കാബ എന്നുള്ളത് മക്കയിലാണെന്നുള്ളത് എന്താ, അത് ചിലപ്പോൾ ഒരാൾക്ക് അറിയിച്ചു കൊടുക്കലായിരിക്കും. അയാൾക്ക് അറിയാത്ത ഒരാളോട് പറയണം കാബ മക്കയിലാണെന്ന് പറയാം. അല്ലെങ്കിൽ പറയാം അൽ ദൗലത്തുൽ ആസിമത്തുൽ ഖത്തർ, അത് ദോഹ ആസിമത്തുൽ ഖത്തർ എന്നുള്ളത്. ദോഹ എന്നുള്ളത് എന്താണ്, ഖത്തറിൻ്റെ തലസ്ഥാനമാണെന്ന് അത് അറിയാത്ത ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഒരാൾ ചോദിച്ചു ഇവിടെ ഖത്തറിൻ്റെ തലസ്ഥാനം ഏതാണ്, അപ്പോൾ ദോഹ എന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അതാണ് അതിൻ്റെ ഒന്നാമത്തെ ഉദ്ദേശം എന്നുള്ളത്. ഇനി രണ്ടാമത്തെ ഉദ്ദേശം എന്നുള്ളത് ഇഫാദത്തുൽ മുഖാത്തിബ് ബി അന്നൽ മുതകല്ലിമ ആലിമും ബിൽ ഹുക്മില്ലദി തലമ്മനതുഹുൽ ജുംല. പറഞ്ഞു കൊടുക്കുന്ന ഒരാൾക്ക് എന്താണ് അത് എന്ന് അറിയിച്ചു കൊടുക്കലാണ് എന്ത് രണ്ടാമത്തിൻ്റെ ഉദ്ദേശം. ഇതിനെ നമ്മൾ ലാസിമുൽ ഫായിദ എന്നും കൂടി പറയും. അതായത് നമ്മൾ ഒരു ഉപകാരത്തിൻ്റെ അപ്പുറം, അതായത് എനിക്കൊരു കാര്യം അറിയാമെന്ന് എന്താവുക കേൾക്കണൊക്കെ അറിയിച്ചു കൊടുക്കുക. ഇപ്പോൾ ഒരാളിപ്പോൾ അൻത മുതഹിർ, ഒരാളെന്താവുക ഇപ്പോൾ ക്ലാസ്സിൽ ഉസ്താദ് വന്നു, അപ്പോൾ വന്നിട്ട് പറഞ്ഞ് ഒരാളിങ്ങനെ ഇരിക്കുമ്പോൾ അയാളോട് പറഞ്ഞ് എന്ത് ഈ നേരമ്പേക്ക് വന്നതാണെന്ന്. അപ്പോൾ അവിടെ ഒരു അറിവ് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതല്ല, കാരണം അയാൾ നേരമ്പേക്ക് വന്നതാണ് എന്നെന്ത് ഉസ്താദിനെ അറിയാമെന്ന് അറിയിച്ചു കൊടുക്കുകയാണ്. ഒരാളെന്താ ക്ലാസ്സിൽ നേരമ്പേക്ക് വന്നാൽ ഈ ഇപ്പോൾ ക്ലാസ്സിൽ സാറ് എല്ലാം വന്ന് പറഞ്ഞ് എന്ത് ഈ നേരമ്പേക്ക് വന്നതാണ്. അപ്പോൾ എന്താണ് അതിൻ്റെ ഉദ്ദേശം, സാറിന് അറിയാം എന്ത് ഇവൻ നേരമ്പേക്ക് വന്നതാണ് എന്നുള്ളത് അറിയിച്ചു കൊടുക്കലാണ്. ഇനി ചിലപ്പോൾ മറ്റു ചില കാര്യത്തിനും വേണ്ടി എന്താവും ഇത് ഉപയോഗിക്കും. അതിൽപ്പെട്ടതാണ് അൽ ഇസ്തിഹ്റാം. ഒരാളെന്താവാൻ കരുണക്ക് വേണ്ടിയിട്ട്, ഇപ്പോൾ മിസ്ല കൗലുൽ ഫക്കീർ സായിലുൽ അനിയ്, ഒരു പാവപ്പെട്ട ഒരാളെന്തായി പൈസക്കാരനോട് ചോദിക്കുകയാണ് സിയാബി മുമസ്സഖത്തുൻ അമാ അക്കൽത്തു മുന്തു അയ്യാമേ, എൻ്റെ ഡ്രസ്സൊക്കെ എന്താണ് ആകെ കീറി പറഞ്ഞതാണ്, ഞാൻ കുറേ ദിവസമായിട്ട് എന്തായിട്ടില്ല ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പോൾ ഇത് ഇവിടെ എന്താണ് സിമ്പിളായി പറഞ്ഞാൽ മതി. പക്ഷേ അത് എന്താണ് അയാളൊരു അവസ്ഥയെക്കുറിച്ച് പറയുകയാണ്, എൻ്റെ ഡ്രസ്സൊക്കെ കീറിക്കണേ, ഞാൻ ഭക്ഷണം കുറേ ദിവസമായി കഴിച്ചിട്ടില്ല. അപ്പോൾ അയാളെ അവസ്ഥേൻ്റെ അങ്ങേയറ്റം കാണിക്കണം എന്ത് അയാളുടെ ഈ കൊടുക്കണ പൈസക്കാരെന്താണ് ഒരു കരുണ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉന അൽ ഫക്കീറു ലാ യക്സുദു ബിൽ ഖബരിൽ ഫായിദ. അപ്പോൾ ഇവിടെ എന്താണ് അയാൾ ഒരു ഫായിദ അല്ല ഉദ്ദേശിക്കണത്, വല ലാസിമുൽ ഫായിദ. ഇനിയിപ്പോൾ ലാസിമുൽ ഫായിദ അല്ല, ഫായിദ പറഞ്ഞാൽ എന്ത് അയാളെ കണ്ടാൽ തന്നെ അറിയാം എന്ത് അയാൾ ഫക്കീറാണെന്ന്. അപ്പോൾ അയാളിപ്പോൾ ഒരാൾ നമ്മളെ പെരേക്ക് വരുമ്പോൾ നമുക്കറിയാം അയാൾ എന്താണ് എന്തെങ്കിലും ആവശ്യത്തിന് വരികയാണെന്ന്. അപ്പോൾ എന്താവുക അതൊരു ഫായിദൻ്റെ മേലല്ല അറിയിക്കണേ, മറിച്ച് എന്താണ് ഇതിൻ്റെ മേലല്ല അറിയിക്കണേ. ഏത് ഇപ്പോൾ അയാളെ കണ്ടാൽ തന്നെ അറിയാം എന്ത് അയാൾ പാവപ്പെട്ടതാണെന്ന്. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം അറിയിക്കാൻ വേണ്ടി അറിയിക്കുമല്ല. അപ്പോൾ ലാസിമുൽ ഫായിദല്ല, പകരം എന്താണ് അതൊരു ഇവിടെ ഒരു ഇസ്തിഹ്റാമും അതേപോലെ ഒരു ഇസ്തിഅതാഫും, അയാളൊരു ലുത്തുഫ് കാണിക്കാൻ അല്ലെങ്കിൽ അയാളുടെ ഒരു അനുകമ്പ ഒരു കരുണ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തത് ഇൽഹാറുൽ ലഅഫ്, നമ്മളൊരു അശക്തത വെളിവാക്കാൻ വേണ്ടി എന്താവും ചിലപ്പോൾ ഖബർ ഉപയോഗിക്കുക, ഖബറിയ ജുംല. അപ്പോൾ ദാലിക അതിൽപ്പെട്ടതാണ് മിസ്ല കൗലിൽ ആമിലിൽ മുതാബ്, ക്ഷീണിച്ച ഒരു തൊഴിലാളി പറയുകയാണെന്ത് തായിബൽ ജിസ്മി വങ്കസറ ലഹരി, എൻ്റെ ശരീരമൊക്കെ ആകെ ക്ഷീണിച്ച് എൻ്റെ എല്ലുകളൊക്കെ പൊട്ടിയെന്ന് പറയാം, എൻ്റെ മുതുക് പൊട്ടിയെന്ന് പറയാം. അപ്പോൾ ഇവിടെ എന്താണ് അയാളെ ആ ഒരു അവസ്ഥ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഉദ്ദേശിക്കുന്നത്, അയാൾ അത്രയും ക്ഷീണിതനാണെന്നുള്ളത്. അല്ലാതെ അവിടെ വേറെ അയാൾ ക്ഷീണിതനാണെന്നുള്ളത് അയാൾക്ക് അറിയിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അയാൾ ക്ഷീണിതനാണ് എന്നുള്ളത് അറിയാമെന്നുള്ളത് അറിയിച്ചു കൊടുക്കുക, അങ്ങനത്തെ ഒന്നുമല്ലല്ലോ. അപ്പോൾ ലാസിമുൽ ഫായിദയും ഇല്ല അവിടെ, ഫായിദയല്ല, പകരം ഒരു കരുണ കിട്ടിക്കോട്ടെ എന്നുള്ള രീതിയിൽ പറയുന്നതാണ് ഈ ഖബർ. ഇനി അടുത്ത വരുന്നത് ഇൽഹാറുൽ ഹുസ്നി വ തഹസീർ, ദുഃഖം സങ്കടം അങ്ങനത്തെ ഒക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട്. കൗലുൽ വാലിദ്, ഒരു വാപ്പ പറയുകയാണെന്ത് ഇന്ദൽ ഖബരി ബിനിഹി, അദ്ദേഹത്തിൻ്റെ മോൻ്റെ ഖബറിൻ്റെ അടുത്ത് വെച്ചിട്ട് ദഹബ സൊബർ വ ജാ അൽ ഹുസ്നു, ദഹബ സൊബറു എന്തായി ക്ഷമൊക്കെ പോയി, വ ജാ അൽ ഹുസ്നു സങ്കടം വന്നു. അപ്പോൾ എന്താ മോൻ മരിച്ചിക്കണ്. അപ്പോൾ അദ്ദേഹം എന്താണ് ആ ഒരു ദുഃഖത്തിൻ്റെ മേലറിയിക്കാനാണ് ഇവിടെ ഈ ഖബർ ഉപയോഗിക്കുന്നത്. ഇത് ഫഖറാണ്, അതായത് ആഡംബരം അറിയിക്കാൻ. ഇപ്പോൾ കൗലു തോലിബു അമാമ സുമലായിൽ അല്ലദീന ആരിഫൂന മെഹ്നത്തുൽ വാലിദ്, ഇപ്പോൾ ഒരു പൈസക്കാരനായ ഒരു കുട്ടി അദ്ദേഹത്തിൻ്റെ ആ കുട്ടീൻ്റെ കൂട്ടുകാരോട് പറയണെന്ത് മോൻ്റെ വാപ്പാക്ക് വലിയ ജോലി ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി എന്ത് അബി അക്ബറു മുഹാസിബം ഫിൽ ബലദ്, എൻ്റെ ബാപ്പ എന്നുള്ളത് നമ്മുടെ നാട്ടിൽ തന്നെ ഏറ്റവും വലിയ ബാങ്ക് അക്കൗണ്ടുള്ള ആളാണെന്ന്. അപ്പോൾ എന്താണ് അവിടെ അറിയിക്കണത് ഒരു ഫായിദൊന്നുമില്ല. അതുകൊണ്ട് ഇപ്പോൾ എന്ത് ഉപകാരം, അങ്ങനത്തെ ഒരു ഉപകാരം എടുക്കുന്ന കാര്യം അല്ലെങ്കിൽ അതിപ്പോൾ ബാക്കിയുള്ളവർക്ക് അറിയാമെന്നുള്ളത് ഒരു അറിയിച്ചു കൊടുക്കുക അങ്ങനത്തെ ഒന്നുമല്ലല്ലോ. അപ്പോൾ അവിടെ ഒരു ആഡംബരം, അതായത് ഒരു ഫഖർ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ അത് ഉപയോഗിക്കുന്നത്.
ഇനി അടുത്തത് അൽ ഹസ്സു അലൽ ജിദ്ദ്, ഒരു പരിശ്രമിക്കാൻ വേണ്ടി എന്താ പ്രേരിപ്പിക്കാൻ വേണ്ടി ഈ ഖബരിയായ ജുമ ഉപയോഗിക്കും. അപ്പോൾ കൗലിൽ അപ്പോൾ ഉമ്മാൻ്റെ ഒരു വാക്ക് പോലെ ലി വലദിഹിൽ, ഒരു കുട്ടീനോട് അല്ലദി അനാമു വബി തറക്കിൽ കിതാബത്തി അലൽ തുറക്കുൽ കിതാബഹു അലൽ മക്തബി, അതായത് ഒരു കുട്ടി, ആ കുട്ടി എന്താ ഉറങ്ങണല്ല, അതേപോലെ ബുക്കൊക്കെ ലൈബ്രറി വെച്ച് പോരുക, അങ്ങനത്തെ എല്ലാം ഒരു കുട്ടീനോട് ഉമ്മ പറയണെന്ത്, യാ ബുനയ്യ മിൻ മൻ യഹദഫുൽ മർക്കസുൽ അവ്വലു ഫിൽ ഇംതിഹാൻ യസ്അറുൽ ലൈലി വല യനാമ്, അതായത് ക്ലാസ്സിൽ ആരെങ്കിലും 1ാം റാങ്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താവണം, ഓന് രാത്രിയിൽ ഉറക്കമൊഴിക്കണം. യസ്അറുൽ ലൈലി പറഞ്ഞാൽ രാത്രി ഉറക്കമൊഴിക്കണം, വല യനാമു, അതായത് രാത്രി ഉറക്കമൊഴിച്ചിരുന്ന് പഠിക്കണം, ഉറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ എന്താണ്, ഈ കൗല് ഒരു ഖബരിയാണ്. അടുത്ത തൗബീഖിൻ്റെ മേലെന്താവും ഇത് ഉപയോഗിക്കും ഖബരിയായ ജുംല. അത് കൗലുൽ ലിൽ വലദി യാസി അബാഹു ഇന്നോ അബൂക്ക. അപ്പോൾ ഒരു കുട്ടി വാപ്പാനെ ധിക്കരിച്ച് നടക്കണം. അപ്പോൾ ആ കുട്ടീനോട് എന്താ പറയുക, ഇതെൻ്റെ വാപ്പേട്ടാന്ന് പറയാം. അപ്പോൾ എന്താ പറയുക, അതൊരു തൗബീഖാണ്, പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്കാണ് എന്ത് ഖബരിയായ ജുംല ഉപയോഗിക്കുക. അടുത്തത് വരുന്നത് ഇൻഷാ ആണ്. ഇൻഷാനെ ജസ്റ്റ് ഒന്ന് ഇതിൽ മെൻഷൻ ചെയ്യണുള്ളൂ, കൂടുതലൊന്നും പറഞ്ഞില്ല. അപ്പോൾ ഇൻഷാ എന്ന് പറഞ്ഞാൽ ഇബാറത്തുൻ അനിൽ കൗലി ലാ യഹ്തമിൽ സിദ്ഖ് വൽ കദിബ്, ഒരു വാക്കാണ്. ആ ഒരു വാക്ക്, ഒരു സെൻറ്റൻസ് പറയുകയാണെങ്കിൽ ആ സെൻറ്റൻസ് എന്താണ്, അത് സത്യമാവാനും കളവാവാനും സാധ്യതയില്ലാത്ത സെൻറ്റൻസിനെയാണ് നമ്മൾ ഇൻഷാ എന്ന് പറയാം. അപ്പോൾ ഖബറിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഖബർ എന്ന് പറഞ്ഞാൽ അത് സത്യമാവാനും കളവാവാനും സാധ്യതയുള്ള വാക്കിനെ നമ്മൾ ഖബർ എന്ന് പറയും. ഓക്കെ, അത് ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ് ഈ ചാപ്റ്ററിൽ ഇത്രയും പറയാനുള്ളത്. പിന്നെ ജസ്റ്റ് ഒന്ന് ഓർത്തെക്കുക, മുബ്തദ എപ്പോഴും മുസ്നദ് ഇലൈഹി ആയിരിക്കും, ഖബർ മുസ്നദായിരിക്കും. ഫിയലാണെങ്കിൽ മുസ്നദാവും, ഫായിൽ മുസ്നദ് ഇലൈഹി ആവും. ഇത് ഒഴികെയുള്ളതൊക്കെ എന്താണ്, കൈദാണ് ബലായിൽ. ഇനി നാവിലാണെങ്കിൽ അതിനെ ഫലീലത്ത് എന്ന് പറയും. ഓക്കെ, താങ്ക് യു.